Smoking kills. புகைப்பிடிப்பது புற்றுநோயை உண்டாக்கும் மற்றும் உயிரை கொல்லும். Liquor drinking is injurious to health. മധു അരുந்துதல் ഉടൽനലത്തിற்கு കേട് വിളയിപ്പതാകും. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു സ്പെഷ്യൽ സംഭവം കാണിച്ചു തരാം. പൊങ്ങി വരൂ കണ്ട, ഞാനിവിടെ മിഷ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാങ്കോ പന കോട്ട എന്നാണെന്ന് തോന്നുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഇതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാകും, ലിങ്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കയറി നോക്കണം. സത്യം പറഞ്ഞാൽ ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. കറക്റ്റായിട്ടുള്ള കാര്യം പറയുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇത് കഴിച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആരെങ്കിലും വയറുവേദനയും തരുന്നത് അപ്പോൾ കഴിക്കാൻ പോവാണ്. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല രസമാണ്. ഞാൻ എക്സ്പ്രഷൻ ഒക്കെ അടിച്ചാണ്, നല്ല ഇതായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് സാധനം ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊന്നുമല്ല ഗായ്സ്. നമ്മളിന്ന് എൻ്റെ സ്വന്തം കെട്ടികൾക്ക് നമ്മളൊരു സ്പെഷ്യൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനൊരു കാരണമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ആദ്യം നിങ്ങൾ പോയി ആദ്യം നിങ്ങൾ പോയിട്ട് ഗിഫ്റ്റ് എന്താണെന്ന് കണ്ടിട്ട് എന്നിട്ട് ഞാൻ പറയാം ഇത് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ്. ആളിതുവരെ സംഭവം ഒന്നും കണ്ടിട്ടില്ല. അപ്പം നമ്മളിതാ കാണിക്കാൻ പോവാം. പൊക്കേട് ഞെട്ടിയാ ശരിക്കും ഞെട്ടിപ്പോ ഞാൻ ജീവിതത്തിൽ ഞെട്ടിച്ചില്ല. അറിയാക്കിയതല്ലേ. അതെങ്ങനെ കണ്ടുപിടിച്ചത്? എടുത്തു വെച്ചത് ബാക്കി സാധനമൊക്കെ അതിനകത്തുണ്ട്. ഇത് എടുത്തപ്പോൾ തന്നെ റേഡിയേഷൻ അടിക്കുന്നു. മറ്റൊരു അൺബോക്സിംഗ് അവിടെ നടക്കുന്നത്. അയ്യോ കോക്കായി. ആ ശൂല ഇനി നീ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നിന്റെ ചാനലിൽ ഇടണം കേട്ടോ. ഇത് വലിച്ചെടുക്കാൻ ആ സാധനം നിലത്തിട്ട് കൂട്ടി എവിടെ? അത് അങ്ങനെ ഇതാക്കാതെ എന്നിട്ട് കാണിച്ചേ. ഇപ്പൊ തരാം.
അത് പൊട്ടിച്ച് കവർ പുറത്തെടുക്കും. ആ ഞാൻ പൊട്ടിക്കേട്ട് കാണിച്ചു തരാം. വേറെ കുഞ്ഞു കളിക്കല്ലേ അങ്ങോട്ട് പാറു. തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ വാ. വീണാൽ എരി നക്ഷത്രമായി വീണിടാം, മടങ്ങിയാൽ കാട്ടുതീയായി അടങ്ങിടാം. മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്തു തോക്കുകൾ അരിഞ്ഞിടാൻ വാ. വീണാൽ എരി നക്ഷത്രമായി വീണിടാം, മടങ്ങിയാൽ കാട്ടുതീയായി അടങ്ങിടാം. വീണാൽ എരി നക്ഷത്രമായി വീണിടാം, മടങ്ങിയാൽ കാട്ടുതീയായി അടങ്ങിടാം വാ. തണൽ കൊതിച്ചവർക്ക് ഒറ്റമരക്കാടാകാം, വരണ്ട് ചത്ത മണ്ണിലൊറ്റ തുള്ളി മഴയാകാം. ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നീ വാ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല, ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല. തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല, മെയ് തളർന്ന പോതിലും പോയി വളർന്ന കഥയതില്ല വാ. എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ, എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ. എവിടെ മനിതനടിമ അവിടെ വിപ്ലവങ്ങളാകണം, എവിടെ ചങ്ങലകൾ അവിടെ കൂട്ടങ്ങളായി വാ. കേക്ക് ഇഷ്ടമല്ലാത്തൊരു കുട്ടിയാണ്. കണ്ടാ കുട്ടി കേക്കിന് വിഴുന്ന കണ്ടാ കണ്ടാ കേക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രേമം കണ്ടു. വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം സംഭവം ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള കാരണം വേറൊന്നുമല്ല, പുള്ളിക്കാരിക്ക് ഒരു പേജ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ഇതിനു മുമ്പ് എടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കല്യാണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പേജിൽ ഒത്തിരി കേക്ക്സും കാര്യങ്ങളൊക്കെ ആൾ ഉണ്ടാക്കിയിടുകയും ചെയ്തിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷനുണ്ട്, അത് ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചെയ്യണ എൻ്റെ ഒരു പാഷനാണ്. അതുപോലെ ഓരോരുത്തർക്ക് ചിലർക്ക് ഡാൻസ് കളിക്കണം, ചിലർക്ക് പാട്ട് പാടണം, അങ്ങനെ ഓരോ പാഷനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം ചെയ്യുക എന്നുള്ളത്. അപ്പം മാരേജിന് ശേഷം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഓവനൊന്നുമില്ല, ഞങ്ങളാരും അതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം പുള്ളിക്കാരി ഇവിടെ വന്നിട്ട് എപ്പോഴും എന്നോട് പറയും ഭയങ്കര ബോറടിയാണ്. അപ്പം നേരത്തെ വർക്ക് ചെയ്തിട്ടിരുന്ന കല്യാണത്തിന് ശേഷം ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുകയും അതുകൊണ്ട് ഇപ്പോൾ ജോലിയൊന്നുമില്ല, ആൾ വീട്ടിലിരിക്കുകയാണ്. അത് കാരണം കൊറോണ ഒക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇവൾ ജോലി ചെയ്യുന്ന ടൈമിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, കേക്കൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ ഓരോന്ന് സാധനങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുക എന്നുള്ള ആളൊരു ഹോബിയാണ്. ഇവിടെ വന്നതിന് ശേഷം പുള്ളിക്കാരി എന്താണ് ഭയങ്കര വീട്ടിൽ ശോകോടിച്ചിരിപ്പാണ്. ഇപ്പം ഞാൻ വർക്കിന് പോകുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഓഫീസിൽ പോയിട്ട് തിരിച്ചു കഴിയുമ്പോൾ ആൾ ഭയങ്കര ബോറടിയാണ്. അപ്പം എന്നോട് പറയും. അപ്പം ഞാൻ ഒരു ദിവസം പുള്ളിക്കാരുടെ ഇൻസ്റ്റ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിക്കാരുടെ ഈ പേജിൽ ഭയങ്കര മെസ്സേജ് കാര്യങ്ങളും ഇനിയും ചെയ്യണം. അതായത് ഇവരുടെ കസ്റ്റമേഴ്സ് മേടിച്ചുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒത്തിരി മെസ്സേജ് ഉണ്ടോ, കേക്ക് ചെയ്യണം, അങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ഓർത്ത് അന്ന് നമുക്ക് എന്തുകൊണ്ട് നമുക്കത് പ്രോത്സാഹിപ്പിച്ച് കൂടാമെന്ന് ഓർത്താണ് ഞാൻ സർപ്രൈസ് ആയിട്ട് ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെയാണ്, നമ്മൾ കിടക്കാച്ച് കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് തിരിച്ച് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, സമാധാനം പുറത്ത്, പീസ് ഔട്ട്.